ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്ക് ആനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശു ഉയരത്തിൽ പോയി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ പാടുവിന്നവതാരമാറിയപ്പിൻ സുവിശേഷം ദൈവരാജ്യവാസന്നമായി മാനം തിരിവിൻ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ. കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ
നമ്മെ വിട്ടു പായുകയായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. കഴിഞ്ഞ പ്രാവശ്യം നാം ധ്യാനിച്ചത് 27-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഞാൻ ആരെ ഭയപ്പെടും? അത് സങ്കീർത്തനക്കാരൻ്റെ ധൈര്യവും വിശ്വാസത്തിൻ്റെ ഉറപ്പിൻ്റെ പ്രഖ്യാപനവുമായിരുന്നു. അതിന് കാരണമായി തീർന്നത് യഹോവ എൻ്റെ വെളിച്ചം, യഹോവ എൻ്റെ രക്ഷ, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഇത് അനുഭവേദ്യമാക്കുവാൻ സാധിച്ചത് കൊണ്ടാണ്. നിസാരനായ ചില പാപങ്ങളെല്ലാം വീണ് പരിക്ക് പറ്റിയ, സ്വന്തം മകനെ ഭയപ്പെട്ട് വെപ്രാളപ്പെട്ടിരിക്കുന്ന, രാജാവായിരിക്കുന്ന ശൗലിൻ്റെ ഭീഷണിയുടെ മുമ്പിൽ ഓടി വിറച്ച് ഒളിച്ചിരിക്കുന്ന ദാവീദിന് ഈ പ്രഖ്യാപനം നടത്തുവാൻ തക്കവണ്ണം ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണ്? 27-ാം സങ്കീർത്തനത്തിൽ പ്രതികൂല സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ കരുത്തോടും വിശ്വാസത്തിൻ്റെ ധൈര്യത്തോടും കൂടി പ്രഖ്യാപിച്ചു, ഞാൻ ആരെ ഭയപ്പെടും? ഭീരുവായിരുന്ന ദാവീദിന് ഈ കരുത്ത് എവിടെ നിന്ന് കിട്ടി? ആട്ടിടയനായിരിക്കുന്ന ദാവീദിന് ഈ ശക്തിയുടെ ഉത്ഭവസ്ഥാനം എങ്ങനെയാണ്? എന്താണ്? അതെങ്ങനെ സ്വായത്തമാക്കാൻ സാധിച്ചു? നമുക്ക് 27-ാം സങ്കീർത്തനത്തിൽ നിന്ന് തുടർന്ന് ധ്യാനിക്കാം. 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. 27 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ശത്രുക്കളുടെ മധ്യത്തിൽ എൻ്റെ തല ഉയരും. ഞാൻ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും. ഒരു ദൈവവൈതലിന് ഈ കരുത്ത് എവിടെ നിന്ന് കിട്ടും? ആർക്കും പ്രാപിക്കാം. അതിൻ്റെ മർമ്മം പാവപ്പെട്ട അടിയൻ നിങ്ങൾക്ക് വചനത്തിൽ നിന്ന് പറഞ്ഞു തരാം. ഉള്ളം തുറന്നുള്ളതായ ഒരു ആരാധനയാണ്. ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതായ അഭയയാചനയാണ്. ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് അടർന്നു വരുന്നതായ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് ദൈവവൈതലിനും അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവമക്കളെ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയുടെ രഹസ്യം? അതിൻ്റെ മർമ്മം എന്താണ്? ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. സകല കാര്യങ്ങളും യഹോവ എന്ന് പറയുന്ന ഏക ദൈവത്തിൽ ചെന്ന് കേന്ദ്രീകരിക്കുകയാണ്. പലവിധമായ ആഗ്രഹങ്ങൾ ഒന്നിലേക്ക് നിങ്ങളെ നയിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതിനാകെ തുകയായിട്ട് ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതായ ആ ഒരു അഭയയാചനയാണ്. യേശു എൻ്റെ എല്ലാമാണ്. പൗലോസ് പറഞ്ഞില്ലേ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവങ്ങൾ ഈ മർമ്മം ഒന്ന് മനസ്സിലാക്കണം. പൗലോസിലേക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാമായിരുന്നു. ന്യായപ്രമാണം മുഴുവനും പഠിച്ച ഒരു വ്യക്തിയാണ്. ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച അതിൻ്റെ മർമ്മങ്ങൾ മുഴുവൻ ഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ആരാധനയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പൗലോസിലേക്ക് അറിയാം. ദൈവാലയം എന്താണെന്നറിയാം, യാഗം എന്താണെന്നറിയാം, മഹാപുരുഷന്മാരെന്താണെന്നറിയാം, ന്യായപ്രമാണം മുഴുവനും അറിയാം. പക്ഷേ കാൽവറിലേക്ക് രക്ഷ അറിഞ്ഞുകൂടാ.
പിന്നീട് പൗലോസ്ലീഹ പറയുന്ന അനേക കാര്യങ്ങളുണ്ട്, അറിയുന്നു എന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം പതറിപ്പോയിരിക്കുന്നതാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം കാൽവറിയിലേക്ക് വന്ന് മുട്ടി നിൽക്കുന്നില്ല. ഒരു ഡിവൈഡഡ് പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കാര്യവും വാസ്തവത്തിൽ നടക്കുന്നില്ല. പ്രാർത്ഥനകൾ പലതായിരിക്കാം, പക്ഷേ ആരാധന ഒന്നേ ഉള്ളൂ. അതൊരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള കാര്യമാണ്. ദൈവമക്കളെ, കൂട്ടായ്മയിൽ പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. കൺവെൻഷനുണ്ട്, പ്രാദേശിക യോഗങ്ങളുണ്ട്, ബൈബിൾ ക്ലാസ്സുണ്ട്, യുവാക്കന്മാരുടെ മീറ്റിംഗ് ഉണ്ട്, വനിതാ സമാജമുണ്ട്, പലതരത്തിലായിരിക്കുന്ന പ്രസംഗങ്ങളുണ്ട്, സാക്ഷ്യമുണ്ട്, പാട്ടുണ്ട്, പ്രചരണങ്ങളുണ്ട്, വീട് കയറിയുള്ളതായ സുവിശേഷ വേല. ഇതെല്ലാം ശരിയാണ്. പക്ഷെ എല്ലാം ചെന്ന് കേന്ദ്രീകരിക്കുന്നത് മനുഷ്യൻ്റെ രക്ഷ ഒഴുകി വന്നിരിക്കുന്ന കുരിശിൽ മാത്രമായിരിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, യേശുവിനെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പിന്നെ ഒന്നുമില്ല. അതിൻ്റെ ആകത്തുക കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അത് എന്ന് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് കാൽവറി ക്രൂശിലാണ്. അതുകൊണ്ട് ദൈവമക്കൾ, ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരണം. സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെ ഭയപ്പെടുമെന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുവാൻ ശക്തി കിട്ടിയത് ഈ പ്രാർത്ഥനയിൽ നിന്നാണ്. അപേക്ഷകൾ 5 പക്ഷെ എല്ലാം ഒന്നിൽ ചെന്ന് കേന്ദ്രീകരിക്കുന്നു. ഒന്നെന്താ? യഹോവയുടെ മനോഹരത്വം കാണണം. 2, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. 3, യഹോവയുടെ ആലയത്തിൽ പാർക്കണം. 4, അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കണം. 5, യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യണം. യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യണം. അത് വിശദീകരിക്കാൻ വാസ്തവത്തിൽ എനിക്ക് ശക്തിയില്ല. ഒന്നാമത്തെ കാര്യം എന്നാണ് പറയുന്നത്, യഹോവയുടെ മനോഹരത്വം കാണണം. I want to see the beauty of the Lord. Gaze upon the beauty of the Lord. നഗ്നനേത്രകൾ കൊണ്ട് കാണാൻ സാധ്യമാകിയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എൻ്റെ ഈ കണ്ണുകൾക്ക്, ശാരീരികമായ കണ്ണുകൾക്ക് സാധ്യമല്ല. പക്ഷെ ഒന്നെനിക്കറിയാം, അവൻ്റെ സാന്നിധ്യം രുചിക്കാം. ഒന്നെനിക്കറിയാം, അവൻ്റെ മനോഹരത കണ്ട് ആസ്വദിക്കാം. ഞാൻ പലപ്പോഴും അറിയാതെ പാടിപ്പോയിട്ടുണ്ട്, എൻ്റെ യേശു 1000ങ്ങളിലും 10,000ങ്ങളിലും സുന്ദരനാണ്. അവനെ പോലെ ആരാധനാരുമില്ല, അവനൊപ്പം പറയാനാരുമില്ല. ഉത്തമഗീതം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യം വായിച്ച് ശൂന്യകാരി സ്ത്രീയോട് ചോദിച്ചു, നിന്റെ പ്രിയൻ്റെ പിന്നാലെ ഇങ്ങനെ പ്രേമത്തിൽ ലയിച്ച് അലിഞ്ഞ് ഓടി നടക്കാൻ എന്താണ് കാരണം? സകലതും വിട്ട് അവനെ കാണാൻ വേണ്ടി, കിട്ടാൻ വേണ്ടി ഇപ്രകാരം ഓടി നടക്കാൻ എന്താണ് കാരണം? എന്താണ് നിന്റെ പ്രിയനുള്ളതായ പ്രത്യേകത? വായിച്ചേ. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. 16-ാമത്തെ വാക്യം, അവന്റെ വായെ ഏറ്റവും മധുരമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. ജ്വലിച്ചു നിൽക്കുന്ന യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണ് കേന്ദ്രീകരിച്ചോ? 1000ങ്ങളിൽ സുന്ദരൻ, 10,000ങ്ങൾ സുന്ദരൻ എന്ന് നിങ്ങൾക്ക് രാത്രിയുടെ ഏകാന്തയിൽ പാട്ടുപാടി ആനന്ദിക്കാൻ സാധിക്കുന്നുണ്ടോ? പാട്ടുകാരൻ പാടിയതൊക്കെ ഇപ്പോൾ ഏകദേശം അടിയന് മനസ്സിലാകുന്നുണ്ട്. ധ്യാനപീഠത്തിൽ കയറി അരുമനാഥൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കിയ അറിയാതെ പാടിപ്പോയി, യേശുവേ നിൻ്റെ രൂപമേ, എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല. ആ തേജോമയനായ 1000ങ്ങളിലും 10,000ങ്ങളിലും സുന്ദരനായ വെണ്മയും ചുവപ്പും കലർന്ന പ്രാണപ്രിയനായ കർത്താവായ യേശു ക്രിസ്തു, അവനെ നോക്കിക്കണ്ടുകൊണ്ട് അവൻ്റെ മനോഹരത, അവൻ്റെ സൗന്ദര്യം, അവൻ്റെ തേജസ് ആസ്വദിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അതാണ് ആരാധന. അപ്പോൾ നമ്മളൊന്ന് ഞെട്ടും. അതെന്താ സാറേ ഞെട്ടാൻ കാരണം? ആ 1000ങ്ങളിലും 10,000ങ്ങളിലും സുന്ദരനായ തേജോമയനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി എന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ദൈവമേ, ഞാൻ ആര്? കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 11 ആദ്യം നിങ്ങൾക്കറിയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി എന്നെയും നിങ്ങളെയും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ ആരുടെ മണവാട്ടിയാണ്? മാലഖമാര് വിറയലോടെ മുഖമൊത്തിക്കൊണ്ട് ആരാധിക്കുന്ന തേജോമയനായ, നീതിയും സൂര്യനായിരിക്കുന്ന,
പ്രകാശപൂർണനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടി. വിവാഹനിശ്ചയം നടന്നുവെങ്കിലും വിവാഹം നടക്കണമെന്നില്ല. അതിനൊത്തവണ്ണം നീ വിശുദ്ധിയിൽ ശോഭിച്ചു നിൽക്കണം. നിന്റെ ജീവിതം അതിവിശുദ്ധമായിരിക്കണം. ജീവിതത്തിൽ ഒന്ന് മതി. എല്ലാം കണ്ട് മതിമറന്ന് യേശുവിലേക്ക് നോക്കി ഒരു വാക്കും പറയണമെന്നില്ല. കർത്താവ് ഒരു മർമ്മം ബഥാനിയിലെ മറിയോട് പറഞ്ഞു, അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി, ഒന്നു മതി. പലതിലേക്ക് നോക്കി നിൽക്കല്ലേ. ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല. നിങ്ങളുടെ അനേക ആത്മീയരെന്ന് നടിക്കുന്നവരുടെ കണ്ണ് ഇന്ന് ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കാണ്, ചില പുണ്യവാളന്മാരിലേക്കാണ്, ചില ശവക്കലകളിലേക്കാണ്, ചില പുണ്യ ദേവാലയങ്ങളിലേക്കാണ്. കർത്താവായ യേശുക്രിസ്തു കാലുകളിലൊരുക്കിയതായ ആ രക്ഷയുടെ മർമ്മത്തിൽ നിന്ന് കണ്ണു പറിച്ച് നിങ്ങൾ വേറെ അനേക തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പുണ്യവാളന്മാരിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും കണ്ണുകൾ പതറിപ്പോയാൽ ആത്യന്തികമായ നാശത്തിൽ ചെന്ന് പതിക്കുമെന്നുള്ളതായ ഒരു ഭയനിർദ്ദേശമായി തരികയാണ്. എല്ലായിടത്തു നിന്നും കണ്ണു പറിച്ച് ക്രൂശിലേക്കൊന്ന് നോക്കി. അവിടെ രക്ഷയില്ലേ? അവിടെ വിശുദ്ധിയില്ലേ? അവിടെ സ്വർഗമില്ലേ? വലത്തുഭാഗത്തെ കള്ളൻ നോക്കിയല്ലോ. വലത്തുഭാഗത്തെ കള്ളൻ നന്മയൊന്നും ചെയ്തവനല്ല. കർത്താവായ യേശുവിലേക്കൊന്ന് നോക്കി. തലയിൽ മുൾക്കിരീടം, കയ്യിൽ ആണികൾ, കാലിൽ ആണികൾ. ശിഷ്യന്മാരെല്ലാം ഇടയൻ അടികൊണ്ടു ആടുകൾ ചിതറപ്പെട്ടു പോയി. മഹാരഥന്മാർ അവനെ നിന്ദിക്കുന്നു, എല്ലാവരും വിമർശിക്കുന്നു. പക്ഷേ ആ വലത്തുഭാഗത്തെ കള്ളൻ്റെ കണ്ണ് ആ പ്രാർത്ഥന കേട്ടതിൻ്റെ ശേഷം, പിതാവിനോട് ക്ഷമിക്കണം പ്രാർത്ഥന കേട്ട ശേഷം യേശുവിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ കണ്ടത് സ്വർഗവാതിൽ തുറന്നിരിക്കുന്നതായിട്ടാണ്. മുൾക്കിരീടധാരിയായി എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് വേദനയോടെ പിടഞ്ഞുകൊണ്ട് കരയുന്ന കർത്താവായി യേശുക്രിസ്തു രാജാതി രാജനാണ് എന്നും തേജോമേനാണ് എന്നും പൊൻകിരീടധാരിയാണ് എന്നും അവൻ വീണ്ടും വരുമെന്നും അവൻ സ്വർഗത്തിൻ്റെ രാജാവും അധികാരിയുമാണ് എന്നുള്ളതായ കാഴ്ചപ്പാട് എവിടെ നിന്ന് കിട്ടി? ദൈവത്തിന് സ്തോത്രം. ക്രൂശിലേക്ക് നിങ്ങൾക്ക് നോക്കാമോ? ക്രൂശിലേക്ക് നോക്കിയാൽ രക്ഷ ഒഴുകി വരും. ക്രൂശിലേക്ക് നോക്കിയാൽ മോചനം ഒഴുകി വരും. ക്രൂശിലേക്ക് നോക്കിയാൽ പാപത്തിൻ്റെ മേൽ ജയം കിട്ടും. ക്രൂശിലേക്ക് നോക്കിയാൽ കരിക്കട്ട തീ പിടിക്കും. ഹല്ലേലൂയ. ദൈവത്തെങ്കിലേക്ക് നോക്കുക, യഹോവയുടെ മനോഹരത്വം കാണണം. രണ്ടാമത്തെ അവൻ്റെ പ്രാർത്ഥന എന്താണ്? അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. അതിൻ്റെ മറ്റൊരു പരിഭാഷ ഞാൻ വായിച്ചു. അവൻ്റെ ഹിതം ആരായുക, ടു എൻക്വയർ ദ വിൽ ഓഫ് ഗോഡ്, എൻക്വയർ ഹിസ് വിൽ. ദൈവത്തിൻ്റെ മനോഹരത കണ്ടാൽ പിന്നെ ദൈവഹിതപ്രകാരം ജീവിക്കണം എന്നുള്ളൊരു കൊതി വരും ദൈവത്തിന്. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തേജസ് കണ്ടുകൊണ്ട് ധ്യാനനിരതനായിരിക്കുന്ന സമയത്ത് സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഒരു കാര്യം നടക്കും. 39-ാം സങ്കീർത്തനം വായിച്ച് 39-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. ഓ, ധ്യാനത്തിങ്കൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹൃദയത്തിൽ ആന്തരിക മനുഷ്യനിൽ ചൂട് പിടിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ ചൂട് വർദ്ധിച്ചു 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 വന്നു. എന്തിലേക്ക് നയിച്ചു? എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. ഹല്ലേലൂയ. ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഓ, അപ്പോൾ സ്തുതി വരും. ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥന എങ്ങനെയുണ്ട്? ഞാൻ സാധാരണ പറയും, ദ സീക്രട്ട് ഓഫ് പ്രെയർ ഈസ് പ്രേയിങ് ഇൻ സീക്രട്ട്. രാത്രിയുടെ ഏകാന്തയിൽ പ്രഭാത സമയത്ത് ആരുമില്ലാത്തപ്പോൾ പ്രാർത്ഥനാ മുറിയിലോ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും രഹസ്യ സ്ഥലത്ത് മുട്ടുമടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം പകരാറുണ്ടോ? യേശുവിൻ്റെ സൗന്ദര്യം രസിക്കാറുണ്ടോ? തുറക്കപ്പെട്ട തിരുവിലാവിലേക്ക് നോക്കി ഒഴുകി വരുന്നത് നിന്റെ കണ്ണാലെ കാണാറുണ്ടോ? ഹല്ലേലൂയ. ഞാൻ കൈകൂപ്പി നിലം വരെ താണുകൊണ്ട് പറയട്ടെ, ഈ പ്രാണപ്രിയൻ അടിയന് അതിസുന്ദരനാണ്, ആയിരങ്ങൾ സുന്ദരനാണ്. അവനെപ്പോലെ എനിക്ക് ആരാധ്യൻ ആരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വമാണ്. ക്രൂശിൽ നിന്ന് ഒഴുകി വരുന്ന അനുഗ്രഹം മാത്രമാണ് എന്നെ നിലനിർത്തുന്നത്, എൻ്റെ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റിയത്. ഇത് ദൈവമക്കൾക്ക് ഒരു യാഥാർത്ഥ്യമായി മാറുന്നുണ്ടോ? അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. അതിന് വചനം വായിച്ച് ധ്യാനിക്കണം. ധ്യാനനിരതരായി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം.
ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളത് അനുഭവിക്കുന്നുണ്ടോ? ക്രൂശിലേക്ക് ഏകാഗ്രതയോടെ ചില കാര്യങ്ങൾ ചൊല്ലിക്കൂട്ടുന്ന കാര്യമല്ലോ പറയുന്നത്. ക്രൂശിലേക്ക് ഏകാഗ്രതയോടെ നോക്കി എല്ലാം മറന്നിരിക്കാറുണ്ടോ? ആ കാൽവറിയിൽ നിന്ന് ഒരു സ്നേഹത്തിൻ്റെ ചരട് പൊട്ടി പുറപ്പെട്ടു വന്ന് നിന്നെ വരിഞ്ഞു മുറുക്കി ക്രൂശിലേക്ക് അങ്ങ് ചേർത്ത് ബന്ധിക്കുന്ന അനുഭവം നിങ്ങൾ കിട്ടാറുണ്ടോ? ശീമോൻ്റെ ഭവനത്തിൽ പാപിനിയായിരിക്കുന്ന സ്ത്രീ കടന്നു ചെന്നു. അവിടെ അനേകർ ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. പക്ഷേ പാപിനിയായിരിക്കുന്ന സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ ചെന്ന് വീണു, കണ്ണുനീരുണ്ട് കാൽപാദം നനച്ചു. ദൈവത്തിന് സ്തോത്രം. അവളും കർത്താവും മാത്രമായൊരു രംഗം. ആളുകൾ ധാരാളമുണ്ട്, അതാണ് ധ്യാനം. അവൾ ധ്യാനപീഠത്തിൽ കയറി. ദൈവം അവിടെ ശീമോൻ വിഷയമല്ല. ശീമോൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, ഇവളെങ്ങനെ ഇവിടെ വന്നു, ഇവൾ പാപികളിൽ പ്രധാനിയാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവളും കർത്താവും തമ്മിൽ ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവ സ്നേഹബന്ധത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അവളുടെ കണ്ണുനീര് വാക്കുകളൊന്നും പറയുന്നില്ല, അവളുടെ ഹൃദയം മുഴുവൻ പകർന്നൊഴിക്കുകയാണ്. എന്ത് ലഭിച്ചു ദൈവമക്കളെ? ചെന്ന് വീണതുപോലെയാണ് എഴുന്നേറ്റ് വന്നു. മകളെ, നിൻ്റെ അനേകവിധമായ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു, സമാധാനത്തോടെ പോയി കേൾക്കാം. വീണതുപോലെയല്ല എഴുന്നേറ്റത്. പ്രാർത്ഥനയിൽ ഈ ഒരു അനുഭവം നിങ്ങൾ കിട്ടാറുണ്ടോ? ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ സമയമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതം മാറ്റിവെക്കണം. തന്നിഷ്ടം മുഴുവൻ താഴെ വെച്ച് പൊന്നിഷ്ടത്തിന് ജീവിതം വിട്ടുകൊടുക്കുക. മന്ദിരത്തിൽ ധ്യാനിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? അവൻ്റെ ആലയത്തിൽ പാർക്കണം. ദൈവമക്കളെ, അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവാലയം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം എന്താണ്? അവിടെ നീ എത്തിയിരിക്കുകയാണ്. ആ ധ്യാനപീഠത്തിൽ നീ കയറിയിരിക്കുകയാണ്. ധ്യാനത്തിൽ തീ കത്തിയിരിക്കുകയാണ്. ആ ധ്യാനത്തിൽ തീ കത്തിക്കഴിയുമ്പോൾ, തീ കത്തുമ്പോൾ എന്ത് കിട്ടും? വെളിച്ചം കിട്ടും. അവിടെ ദൈവത്തിൻ്റെ മുഖം കണ്ടു. മാത്രമല്ല, ആ വെളിച്ചത്തിൽ എന്നെ തന്നെ കണ്ടു. അയ്യോ, ഞാൻ പാപിയാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ വീണ്ടും ദൈവത്തിലേക്ക് നോക്കുന്നു. പാപമാനത്തിൻ്റെ അധികാരമുള്ള തങ്കച്ചോര വാർന്നൊലിക്കുന്നത് ക്രൂശിലേക്ക് നോക്കി വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ഭയത്തോടും വിറയലോടും കൂടി മുട്ടിൻ ഇഴഞ്ഞു നീങ്ങി ക്രൂശിൻ ചോട്ടിലേക്ക് ചെല്ലുന്നു. അടുത്തടുത്ത് ഭയത്തോടും വിറയലോടും കൂടി ചെല്ലുന്നു. ആ രക്തത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ തീജ്വാല നിന്നെ തീ പിടിപ്പിക്കുന്നു. പിന്നീട് ദൈവമക്കളെ, അതാണ് ആലയം. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതായിരിക്കുന്ന ആലയത്തിൽ പിന്നെ എഴുന്നേറ്റ് വരാൻ തോന്നുന്നില്ല. ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. പിന്നെ എഴുന്നേറ്റ് വരാൻ തോന്നണില്ല. അവിടെ ഇരുന്നാൽ മതിയെന്നാണ് തോന്നുന്നത്. കാരണം ദൈവ സാന്നിധ്യത്തിൻ്റെ സുഖവും ചൂടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും സ്നേഹവും അടുപ്പമുള്ള പ്രേമഭാചനങ്ങൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു തുടങ്ങിയാൽ എഴുന്നേറ്റ് വരാൻ തോന്നുന്നു. ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല. പിന്നെ ആ സ്നേഹബന്ധത്തിൻ്റെ ചൂടിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈ ഭാഷയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് ദൈവമക്കളെ ആത്മീയം? എഴുതി കൂട്ടിയിരിക്കുന്ന ചില പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നതല്ല, ചില ചടങ്ങുകൾ ആചരിക്കുന്നതല്ല. ഹൃദയം പകരുന്നതാണ്, ഹൃദയത്തിൽ തീ കത്തുന്നതാണ്, അനുരാഗ അഗ്നി കത്തുന്നതാണ്. ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിച്ചുകൊണ്ട് നോക്കിക്കണ്ട് സൗന്ദര്യം രസിക്കുന്നതാണ്. ഹൃദയം അങ്ങോട്ട് പകരുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായിരിക്കുന്ന സ്നേഹ സംഭാഷണമാണ്. ഞാൻ ദൈവത്തോട് ഹൃദയം പകരുന്നു, ദൈവം എനിക്ക് ആശ്വാസം പകരുന്നു. ഇത് തായ്തണ്ടും ചില്ലിയും തമ്മിൽ പിരിയാത്തായിരിക്കുന്ന ബന്ധമാണ്. ആ ബന്ധത്തിൽ കൂടി ജീവനീര് ഒഴുകി വരികയാണ്. ഇത്രമാത്രം ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൻ്റെ ചൂട് അനുഭവിച്ചു കഴിയുമ്പോൾ ആ സുഖാനുഭൂതിയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ തോന്നുകയില്ല. ആയുഷ്കാലം മുഴുവൻ ഇവിടെ കിടന്നാൽ മതിയെന്ന് തോന്നും. കർത്താവും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരും പത്രോസ്, യാക്കോബ്, യോഹന്നാനും കൂടി മറുമലയിലേക്ക് കയറിപ്പോയി. മോശയും ഏലിയാവും ഒക്കെ അവിടെ വന്നു. ഒരു സ്വർഗീയ സദസ്സാണ് അത്. ആ സാന്നിധ്യത്തിൻ്റെ രുചി അനുഭവിച്ചുകൊണ്ട് പത്രോസിയെ പറഞ്ഞു, നമുക്ക് ഇവിടെ അങ്ങ് താമസിക്കാം, കുടിൽ കെട്ടി ഇവിടെ താമസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ വചനശ്രൂഷ നടക്കുന്ന രംഗത്ത് ഇരിക്കുന്ന സമയത്ത് സമയം എന്ത് തീരാത്ത എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അത് എഴുന്നേറ്റ് വരാൻ തോന്നുന്നില്ല എന്നാണ്. അവൻ്റെ ആലയത്തിൽ പാർക്കണം. വായിച്ചേ,
84 സങ്കീർത്തനം 10 വായിച്ച്. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദൈവമക്കളെ, അതൊക്കെ സങ്കീർത്തനക്കാരൻ്റെ അനുഭവമല്ലേ? വേറെ 1000 ദിവസത്തേക്കാൾ ഈ ഒരു നിമിഷം മതി. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവ സാന്നിധ്യത്തിൻ്റെ വലിപ്പം, ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നു, ദൈവം എന്നിലേക്ക് നോക്കുന്നു. അപ്പോൾ കിട്ടുന്ന സ്നേഹത്തിൻ്റെ ബന്ധം ഹൃദയം പകരുന്ന സമയം വേറെ ജീവിതത്തിൻ്റെ പണം എണ്ണുന്നതായ സമയത്തോ ജീവിത സുഖം അനുഭവിക്കുന്ന സമയത്തോ മറ്റെന്തിനേക്കാൾ വിലയേറിയതാണ്. ഹല്ലേലൂയ. 61 സങ്കീർത്തനം എടുത്ത് 61 സങ്കീർത്തനം 4 വാക്യം. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. ദൈവമക്കളെ, കഞ്ഞിയും വെക്കാതെ കാര്യങ്ങൾ നോക്കാതെ എവിടെയെങ്കിലും മുട്ടുമേലിരുന്ന് പാവിരിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ല പറഞ്ഞത്. നിരന്തരമായ എ കോൺസ്റ്റന്റ് കോണ്ടാക്ട് വിത്ത് ജീസസ്. ദുഃഖവെള്ളിയാഴ്ച ക്രിസ്ത്യാനിയായിട്ടല്ല. എബൈഡിങ് സ്പിരിറ്റ്, നോട്ട് സിംപ്ലി എ ടച്ച് ആൻഡ് ഗോ മെത്തേഡ്. ചില സമയത്ത് നൈമിഷികമായിരിക്കും ദൈവസാന്നിധ്യം രുചി അനുഭവിക്കുന്നതല്ല. ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും എൻ്റെ രാത്രിയും പകലുമെല്ലാം അനുഭവിക്കണം. പെക്കിംഗ് ഹാം വാത്സഷിപ്പ് പറയുന്ന പോലെ ഞാൻ പരിശുദ്ധ മധുവായിൽ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദേശത്ത് പ്രതാപത്തോടെ ഇറങ്ങുന്ന സാന്നിധ്യം ഞാൻ അവിടെ അനുഭവിക്കുന്നുണ്ട്. തീയാണ് മധുവായെന്ന് ഞാൻ രുചിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയും, ഞാൻ എൻ്റെ തൊഴുത്തിലെ പശുവിൻ്റെ ചാണകം വാരുന്ന സമയത്തും മധുവയിൽ അനുഭവിച്ച അതേ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ദൈവത്തെ ദൈവാലയത്തിനകത്ത് പൂട്ടിയിടുകയല്ല, പ്രാർത്ഥനാ ഹോളിൽ പൂട്ടിയിടുകയല്ല. ദൈനംദിന ജീവിതത്തിൽ പിരിയാത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നടക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. എവിടെയാണേലും ശരി, കോളേജിലോ സ്കൂളിലോ ചന്തസ്ഥലത്തോ റബ്ബർ വെട്ടുന്ന സമയത്തോ ബിസിനസ് രംഗത്തോ ഓഫീസിലോ എല്ലാം എൻ്റെ കർത്താവ് കൂടെയുണ്ട്. 4 കാര്യം എന്താണ്? ഞാൻ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. 6 വാക്യം വായിച്ച്. 6 വാക്യം. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഇത്രയും ഒരു ദൈവ സാന്നിധ്യം കിട്ടിക്കഴിയുമ്പോഴേക്കും അന്തരംഗത്തിൽ നിന്ന് അറിയാതെ ആത്മാവിൻ്റെ ആരാധന ഉയരും. കർത്താവിൻ്റെ ശക്തി ഞാൻ നിരന്തരമായി കർത്താവിനോട് ബന്ധപ്പെട്ട് ഹൃദയം പകർന്നിരുന്നപ്പോൾ എന്നിലേക്ക് ഒഴുകി വന്നു. ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ശക്തിയിൽ ഞാൻ ബലപ്പെട്ടു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനായി. പാപത്തിന് മേൽ ജയം കിട്ടി. കോപം മാറി, വാശി മാറി, അശുദ്ധി മാറി. ഹല്ലേലൂയ. ആരാധന ഉയരുന്നു. ജയത്തിൻ്റെ കോശം. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായനാകുന്നു. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വമുണ്ടാകും. ദൈവമക്കളെ, അതാണ് സ്തോത്രയാഗം. ദൈവമക്കളെ, നന്ദിയുടെ ആരാധന. അതാണ് വീണ്ടും പറയുന്നത്. താഴത്തേക്ക് വായിച്ച്. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം ശബ്ദമുയരുകയാണ്. തന്ത്രനാദത്തോടും കിന്നരോടും കൂടി ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഐ വിൽ സിംഗ് ടു ദി ലോർഡ്. നന്ദിയുടെ സ്തുതി. ഇതാണ് ആരാധന. ഇതാണ് ക്രിസ്തീയ ജീവിതം. പൗലോസ് പറയില്ലേ, എഫേസ്യർക്ക് ലേഖനം എടുത്ത്, എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത്രയും പാപിയും ദോഷിയുമായിരിക്കുന്ന എനിക്ക് ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം തന്നല്ലോ. നിൻ്റെ മനോഹരത്തെ കാണുവാൻ എൻ്റെ ഹൃദയ കണ്ണ് തുറന്നു തന്നല്ലോ. അടഞ്ഞുപോയ എൻ്റെ ആരാധനയുടെ അധരം തുറന്നു തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ധ്യാനത്തിൽ തീ കത്തിയല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? 5-19 വായിച്ച്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ ഗീതങ്ങളാലും ദൈവത്തോട് സംസാരിക്കുകയാണ്. നമ്മുടെ തലകളെ നോക്കി വണക്കാം. നന്ദിയോടെ സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി വരുന്നുണ്ടോ? നിങ്ങൾക്ക് സ്തുതിക്കാൻ തോന്നുന്നുണ്ടോ? സ്വർഗരാജ്യത്തിൽ മറ്റൊന്നുമില്ല, സ്തുതി മാത്രമേ ഉള്ളൂ, ആരാധന മാത്രമേ ഉള്ളൂ. അത് ഹല്ലേലൂയ വീടാണ്. ഇവിടെ വെച്ചിത് അഭ്യസിക്കണ്ടേ? ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കണ്ണുകളെ ക്രൂശിലേക്ക് ഉയർത്തുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ മനോഹരത കാണുക. അവൻ്റെ കാൽക്കൽ വീഴുക. ആരാധന ഉയർത്തുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. സ്തുതി.